കേട്ടാലൊരു പക്ഷേ അമ്പരപ്പ് തോന്നും. എന്നാൽ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അടിക്കടി ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നത് ലുലു ഗ്രൂപ്പിന് നിലവിൽ നഷ്ടക്കച്ചവടമാണ്. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം 11 കഴിഞ്ഞു. കേരളത്തിലെ 5ാമത്തെ മാൾ കോട്ടയം മണിപ്പുഴയിൽ തുറന്നത് ഏതാനും ദിവസം മുമ്പ് മാത്രം. പക്ഷേ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല. സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് വിഭാഗങ്ങളിലായി ലുലു ഗ്രൂപ്പിന് ഇന്ത്യയിൽ 12 മാളുണ്ട്. 2013 ലുലുവിന്റെ ആദ്യ മാൾ കൊച്ചിയിൽ തുടങ്ങിയത്. ലോകോത്തര ഷോപ്പിംഗ് അനുഭവം ഒരുക്കുന്ന ലുലു മാളുകൾ ലുലു ഗ്രൂപ്പ് ഉടമ MA യൂസഫലിയുടെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. പക്ഷേ ആ സ്വപ്നത്തിന് മുടക്കിയ കോടികൾ ഇനിയും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് യൂസഫലി എത്തി നിൽക്കുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ ICRAയുടെ റിപ്പോർട്ട് പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ 130.2 കോടി രൂപയാണ് കമ്പനിയുടെ പ്രൊവിഷണൽ നഷ്ടം. 2023 സാമ്പത്തിക വർഷത്തെ 205.8 കോടി രൂപയുമായി നോക്കുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ആശ്വസിക്കാമെന്ന് മാത്രം. 2024 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയുള്ള വരുമാനം 4384.8 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം ഇത് 3243.4 കോടി രൂപയായിരുന്നു. അധികം താമസിയാതെ ഈ നഷ്ടം നികത്താൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ലുലു ഗ്രൂപ്പ്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ വരുമാനം 30-35% വർദ്ധിക്കുമെന്നാണ് ICRA കണക്കാക്കുന്നത്. ഈ വർഷം 500 മുതൽ 550 കോടി രൂപ വരെയും 2025-26 600 മുതൽ 650 കോടി രൂപ വരെയും ചെലവഴിച്ച പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളും നിർമ്മിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നത് ഈ പ്രതീക്ഷ വെച്ചുകൊണ്ടുകൂടിയാണ്.